ഹലോ എന്താടേ കൊച്ചു വെളുപ്പാങ്കാലത്ത്? എടാ, അവിടെ നിന്ന് കാണാന്നാ പറഞ്ഞേ. ഓ, ഇന്നേലും നീ കാര്യം പറയോ? എടാ, ഇന്ന് എന്തായാലും ഞാൻ പറയും. കണ്ടാ മതി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ പോരിങ്ങട്ടെ. ശരി. ശരി, ഓക്കെ. വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരുടെ ജോലി ചെയ്യുന്ന സ്ഥലമായ പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയും അവിടെ നിന്ന് പിതാവിന്റെ ഒഫീഷ്യൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സുനിൽ സുകുമാരൻ. ഗായത്രി, എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശരി, നീ ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നല്ലോ. എന്താടാ? അത് പിന്നെ പറ. എന്തെങ്കിലും കാശിന് അത്യാവശ്യം ഉണ്ടോ? അതൊന്നുമല്ല. പിന്നെന്താ? അത് പിന്നെ പറ. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണോ എനിക്ക് പറയാനുള്ള കാര്യം? വല്ല പ്രായങ്കമാണോ? അല്ലല്ല. പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എനിക്കെന്നെ ഭയങ്കര. എന്നാലേ മുൻചെല്ലി വേറെ വല്ല പണിയുണ്ടോ നോക്ക്. പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സാ. നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അതിൻ്റെ അപ്പുറം എനിക്ക് നിന്റെ അടുത്ത് വേറെ ഒരു ഫീലിങ്സും ഇല്ല. ഇതിവിടെ വെച്ച് അവസാനിക്കുന്നത് നല്ലത്. ഞാൻ പോവാ.
എബിനെ, നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അതിൻ്റെ അപ്പുറം എനിക്ക് നിൻ്റെ അടുത്ത് വേറെ ഒരു ഫീലിങ്സും ഇല്ല. ഹലോടാ, എന്തായി? എടാ അവള് നോ പറഞ്ഞു. അങ്ങനെ ഒരു വഴിയില്ലോ. എടാ, അവള് ചിലപ്പോ ചുമ്മാ പറഞ്ഞായിരിക്കും. നീ വിഷമിക്കാതെ. എന്തായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ. എടാ, നീ വിഷമിക്കണ്ട, നമുക്ക് സെറ്റാക്കാം. എടാ, പിന്നെ നീ ഇപ്പൊ എവിടെയാ? എടാ ഞാൻ വെക്കുവോ? മോളെ 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 എങ്ങനെ ഇവിടെ എത്തി? കൊല്ലത്ത് കാണാതായ 8 വയസ്സുകാരെ കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രിതമെന്ന് പോലീസ്. കൊല്ലം ഓയൂരിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ 8 വയസ്സുകാരെ കണ്ടെത്തി. പാലാ മീനച്ചിലാറിന് സമീപത്തുള്ള പാർക്കിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കോളേജ് വിദ്യാർത്ഥിയെ എബിനാണ് കുട്ടിയെ പാർക്കിൽ നിന്നും അവശനിലയിൽ കണ്ടെടുത്തത്. ഉടൻ തന്നെ ഓട്ടോയിൽ കയറ്റി കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. വാർത്തകളിലൂടെയും സമൂഹമാധ്യമങ്ങളുടെയും കുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഫലം ചെയ്തെന്നാണ് എബിൻ മാധ്യമങ്ങളോട് പറഞ്ഞത്.